മാസങ്ങൾക്ക് മുമ്പ് വളരെ വിഷമത്തോടു കൂടെ ഒരു ഉമ്മയും ഉപ്പയും ഇവിടെ വരികയുണ്ടായി. വളരെയധികം ബുദ്ധിമുട്ട്, പ്രയാസം, സങ്കടം അവരുടെ മുഖത്ത് ആ വിഷമമൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുമായിരുന്നു. എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ, MDMA കേസിൽ അറസ്റ്റിലായ പ്രിയപ്പെട്ട മകൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയം അത് പരാജയത്തിലായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യം കിട്ടണം. എൻ്റെ മോനതിൽ പെട്ടുപോയതാണ് ഉസ്താദേ, അവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു വളരെ വിഷമത്തോടു കൂടെ സങ്കടത്തോടു കൂടെയാണ് അവർ വന്നിരുന്നത്. അവർക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ചില അമലുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിനോടുകൂടെ നമ്മൾ അവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടി പറയുകയുണ്ടായി. ഇന്ന് ആ ദിക്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ. അതുമായി ബന്ധപ്പെട്ടൊരു ഇസ്മുണ്ട്, ആ ഇസ്മും കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരോട് 1,00,000 തവണയാണ് അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. ഒരാൾ മാത്രമല്ല, എല്ലാവരോടും കൂടിയിട്ട് 1,00,000 ചൊല്ലിത്തീർത്താൽ മതിയെന്ന്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ 1,00,000 തവണ അത് ചൊല്ലി പൂർത്തീകരിച്ചു. ഇതിനില്ല, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവരാ കേസിൽ നിന്ന്, അവർക്ക് ജാമ്യവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ നിന്ന് അവർക്ക് വലിയ രക്ഷ ലഭിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അത് ഈ പറയുന്ന ഒന്നും കൊണ്ടല്ല. അത് യഥാർത്ഥത്തിൽ ആ ഒരു ദിക്റിൻ്റെ ഒരു പവിത്രതയാണത്. യഥാർത്ഥത്തിൽ അത്രമേൽ പവിത്രതയുള്ളൊരു ദിക്റാണ് അത്. അവർ ആത്മാർത്ഥമായി ചൊല്ലിയപ്പോൾ അവർ ചൊല്ലിയതിൻ്റെ ഒരു ഫലം കൊണ്ട് അവർക്ക് മോചനം ലഭിച്ചതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ മഹത്വവൽക്കരിക്കാനൊന്നുമില്ല, അവർക്ക് നമ്മൾ ഗൈഡ് ചെയ്തു എന്ന് മാത്രമാണ് ഇവിടെ ചെയ്തത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കും കുറച്ചെങ്കിലും ഡിലേ ആയത്. അവർ സ്വന്തമായിട്ട് ചെല്ലണമെങ്കിൽ പെട്ടെന്ന് സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത്. അത്രമേൽ പവർഫുള്ളായിട്ടുള്ള ആ ദിക്റിനെ കുറിച്ചും പരിശുദ്ധമായൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് ഈ ഒരു വിഷയത്തിന് മാത്രമല്ല, നമ്മൾ അഗാധമായി പെട്ടുപോയ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് ലഭിക്കാൻ ഈ ഒരു ആയത്ത്, ഈ ഒരു ദിക്ർ അത് കാരണമാകുന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലുള്ളതാണ്. ആ ദിക്ർ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചറിയാൻ സാധ്യമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ആ ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. യാ അഹദ് എന്ന് പറയുന്ന ഇസ്മ്, അൽ അഹദ്. യാ അഹദ് എന്ന് പറഞ്ഞാൽ ഏകനായവനെ, ഏകനേ. അള്ളാഹു ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല, അവനൊരു കൂട്ടുകാരുമില്ല. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല, ഒരു കൂട്ടുകാരുമില്ല എന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ്റെ നിയന്ത്രണത്തിലോ അവൻ്റെ ഔസാഫുകളിലോ അവൻ്റെ സിഫാത്തുകളിലോ ഒന്നും അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ തത്തുല്യമായ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഒരാൾ ഏകാഗ്ര മനസ്സോടുകൂടെ 1000 തവണ യാ അഹദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായിത്തീരും. നമ്മുടെ സാധാരണ അവസ്ഥയിൽ നിന്നും ഊർജ്ജസ്വലവും ഊഷ്മളവും അത്ഭുതകരവുമായ അവസ്ഥയിലെത്താൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മുകൾ, സുന്ദരമായ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന നിരവധി തവണ ചൊല്ലി ദുആ ചെയ്യുന്നതിലൂടെ സാധ്യമാവുമെന്നാണ് മഹാനരായ ഷെയ്ഖ് യൂസുഫ് നബഹാനി തങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നത്, മഹാനവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളാണ്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നിരന്തരവും ഏകാഗ്രവും നിഷ്കളങ്കവുമായ ദുആകളിലൂടെ
നിരവധി അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ മഹനീയ ഗ്രന്ഥം വഴി സംഭവിച്ചതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസുകളൊക്കെ നമുക്ക് സാക്ഷിയാണ്. മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വലിയൊരു ജലപ്രളയമുണ്ടായി, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ വിശ്വാസികൾക്കും അള്ളാഹു നൽകി. എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ ഭീകരമായ വെള്ളപ്പൊക്കമാണ് സംഭവിച്ചത്. സആവി ഇലാ ജബലിൻ യഅ്സുമുനി മിനൽ മാ, അതുപോലെയുള്ള ആയത്ത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകനോട് കപ്പലിലേക്ക് കയറാൻ വേണ്ടി പറയുമ്പോൾ ധിക്കാരത്തോടുകൂടെ മകൻ പറഞ്ഞത്, ദേ ആ കാണുന്ന പാറയുടെ മുകളിൽ, മലയുടെ മുകളിൽ ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ആ മകനെക്കുറിച്ച് പറയുന്നത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അഹ്ലുകാരനല്ല എന്നുള്ളതാണ്. അങ്ങനെ വളരെ അത്ഭുതകരമായ രൂപത്തിൽ അതിൽ നിന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ളവരും വലിയ വിജയത്തിലേക്കെത്തി. വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. നമുക്കറിയാം, മഹാനരായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിന് വലിയ നാശങ്ങൾ ഉണ്ടായി അല്ലേ. അവർ ധിക്കരിച്ചപ്പോൾ, അവർ അക്രമം ചെയ്തപ്പോൾ, അവർ ചെയ്യേണ്ടാത്തത് ചെയ്തപ്പോൾ അള്ളാഹു അവരെയൊക്കെ നശിപ്പിച്ച് നമുക്കറിയാം. അതിലൊന്നും വിശ്വാസികൾക്കൊന്നും സംഭവിച്ചതില്ല. മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നിന്ന് ഒരു പോറലും ഏൽപ്പിക്കാതെ, എത്ര വലിയ അത്ഭുതമാണ്. ആ ചരിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വലിയ അത്ഭുതത്തോടു കൂടെയാണ് രക്ഷ പ്രാപിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും, എത്ര വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എത്ര വലിയ പ്രയാസങ്ങളിൽ നിന്നും അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് വിജയം സാധ്യമാണ്. നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടായാൽ മതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കളൊന്നടക്കം അങ്ങ് വളഞ്ഞപ്പോൾ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലൂടെ രക്ഷപ്പെട്ടു പോയത് എന്ന് നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ സമീപത്തുണ്ടല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിച്ചില്ലല്ലോ. എത്ര വലിയ അത്ഭുതങ്ങളാണ് പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ സാക്ഷിയല്ലേ. ഹദീസുകളിൽ കൃത്യമായി അത് വിവരിച്ചിട്ടില്ലേ. ഇങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ എന്ത് കാരണമാണ് എന്നാണ് പറയുന്നത്? അസ്മാഉൽ ഹുസ്ന കാരണമാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. നമുക്കറിയാം, മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ യാ അഹദ് എന്ന് പറയുന്ന ഇസ്മിനോട് കൂടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജാമ്യം പോലും കിട്ടാതിരുന്ന അവർക്ക് ജാമ്യം കിട്ടാൻ കാരണമായത് ഇതാണ്, ഈ ഒരൊറ്റ ദിക്റാണ്. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്ർ. ഈ ദിക്ർ നമുക്കൊക്കെ അറിയാം. എന്താണ് അതിനർത്ഥം? ലാ ഇലാഹ, ഒരിലാഹുമില്ല, ഇല്ല അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാനായിരിക്കുന്നു. കുന്തു മിനൽ ളാലിമീൻ, അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു. നമ്മെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്, നമ്മൾ വിധേയപ്പെടുകയാണ്, നമ്മളൊരടിമയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുകയാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വളരെ മഹത്വമുള്ളൊരു ദിക്റാണിത്. മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ 40 ദിവസം മത്സ്യവയറ്റിൽ വെച്ച് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇരുളിൽ ഇരുന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയതിലൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന മത്സ്യവയറ്റിൽ നിന്നും യാതൊരു പോറലും ഏൽക്കാതെ കരയിലേക്ക് മഹാനവറുകളെ പുറപ്പെടുവിച്ചത് ഈ ഒരു ദിക്റിൻ്റെ അത്ഭുത ഫലങ്ങൾക്കുള്ള ഉത്തമമായ ഉദാഹരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രക്ഷ കിട്ടും.
അവ ജയിലിൻ്റെ അകങ്ങളിൽ അകത്തളങ്ങളിൽപ്പെട്ടവർക്ക് മോചനം ലഭിക്കാൻ വലിയ പവർഫുള്ളായിട്ടുള്ള മഹത്വമേറിയ വളരെ സവിശേഷമേറിയ ദിക്റാണ് ഈ ദിക്ർ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും മിറാക്കിൾ സംഭവിക്കാൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ ഇത് കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.